കഥ പറയുന്ന രുചികളിലേക്ക് എല്ലാവർക്കും ഈ ആഴ്ചയും സ്വാഗതം. രുചികളുടെ രാജാവാരെന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളാവും. എന്നാൽ അവതാരപ്പിറവിയുടെ മുഴുവൻ രുചിഭാവങ്ങളും ആവാഹിച്ച ആ കൊതിയുടെ പേര് ഇന്ന് ബിരിയാണി എന്നാണ്. ദാ കണ്ടോളൂ. കാഞ്ചീപുരം സാരി പോലെ പല നിറങ്ങൾ അണിഞ്ഞു വരുന്ന മറ്റു നാട്ടിലെ ബിരിയാണികൾ മുതൽ ഒരൽപ്പം നാണത്തോടെ ചുറ്റും പരിമളം പരത്തി കസവ് സാരി ഉടുത്തു വരുന്ന നമ്മുടെ തലശ്ശേരി ബിരിയാണി വരെ ബിരിയാണിക്ക് ആരാധകർ ലോകത്തെവിടെയുമുണ്ട്. മണവും രുചിയും കൊണ്ട് നമ്മളെ മറ്റൊരു ലോകത്തെത്തിക്കുന്ന ഈ ബിരിയാണിക്കുമുണ്ട് ഒരു കഥ. ഒരുപാട് കഥകളുണ്ട്. അപ്പൊ നിങ്ങളും വരൂ കഥ കേൾക്കാൻ. ബിരിയാണി സാധാരണക്കാർക്ക് ഒരു ആഡംബര ആഹാരമാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ടെങ്കിലും ദം ബിരിയാണിയുടെ ഉദ്ഭവം തന്നെ പാവങ്ങളുടെ പട്ടിണി മാറ്റാനുള്ളതായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ രാജ്യത്ത് ഭക്ഷണ ദൗർബല്യം ഉണ്ടായ സമയത്ത് അവധിലെ നവാബ് പാവപ്പെട്ടവർക്ക് മുഴുവൻ കൊട്ടാരത്തിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കി നൽകാൻ ഉത്തരവിട്ടു. പരിമിതമായ സാധനങ്ങൾ കൊണ്ട് ഒരേ സമയം ഒരുപാട് പേർക്ക് നൽകാവുന്ന ഭക്ഷണം എന്ന ആലോചനയിൽ നിന്നും ഉരുത്തിരിഞ്ഞ വിഭവമാണ് ദം ബിരിയാണി. ബിരിയാണി എങ്ങനെ ഉണ്ടായി എന്ന് പല ദേശത്തും പല കഥകളാണ്. പേർഷ്യൻ ഭാഷയിൽ ബിരിയാൻ എന്ന് പറഞ്ഞാൽ വറുത്ത അരിയാണ്. അതുകൊണ്ട് പേർഷ്യയിൽ നിന്നാണ് ബിരിയാണി വന്നതെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ വിളിച്ചതുകൊണ്ട് മാത്രം അത് പേർഷ്യൻ ആവില്ല. ഇത് നമ്മുടെ സ്വന്തം പുലാവിനെ നോൺ വെജ് ആക്കി കൺവേർട്ട് ചെയ്തതാണെന്നും ഒരു വാദമുണ്ട്. മധ്യകാലഘട്ടത്തിന്റെ ആരംഭത്തില് ടിമൂറിന്റെ കടന്നുകയറ്റ സമയത്താണ് ബിരിയാണി ഇന്ത്യയിലെത്തിയതെന്നാണ് ഒരു വിഭാഗം ചരിത്രകാരന്മാരുടെ വാദം. ഹൈദരാബാദിലെ നിസാമിന്റെ ഭരണകാലത്ത് ബിരിയാണിയുടെ ഉദ്ഭവം എന്ന് മറ്റു ചില ചരിത്രരേഖകളിലും പറയുന്നു. പുരാതന കാലം മുതൽ തന്നെ ഭാരതത്തിൽ സൈനികരുടെ ഭക്ഷണമായിരുന്ന പുലാവിൽ നിന്നായിരിക്കണം ബിരിയാണിയുടെ ഉദ്ഭവം എന്നവർ കരുതുന്നു. തലശ്ശേരി ബിരിയാണി ഒഴികെ ഇന്ത്യയിലെ മറ്റു ബിരിയാണികൾക്കെല്ലാം പുലാവുമായി സാദൃശ്യമുണ്ട്. 2-ാം നൂറ്റാണ്ടിലെ സംഘസാഹിത്യത്തിൽ ആടിന്റെ മാംസവും അരിയും സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് വേവിച്ചെടുക്കുന്ന ഊൺസോറിനെ പറ്റി പരാമർശമുണ്ടത്രേ. ബിരിയാണിയുടെ ജനനം ചോള ഭരണകാലത്ത് ദക്ഷിണ ഭാരതത്തിലായിരുന്നു എന്നും അതിനുശേഷം അറബി കച്ചവടക്കാർ വഴി കപ്പൽ കയറി അവിടെ കീഴടക്കി പിൻകാലത്ത് വീണ്ടും ഭാരതത്തിലേക്ക് എത്തിയതാണെന്നും പറയപ്പെടുന്നു. മറ്റൊരു രസകരമായ കഥ, ഷാജഹാൻ ചക്രവർത്തിയുടെ ഭാര്യ മുംതാസ് ബീഗം ഒരിക്കൽ യുദ്ധം കഴിഞ്ഞ് തളർന്നു വന്നിരുന്ന പടയാളികളെ സന്ദർശിക്കാൻ ഇടവന്നപ്പോൾ അവർക്ക് രാത്രി കഴിക്കാൻ സ്വാദുമുള്ളതും ഉന്മേഷമുണ്ടാക്കുന്നതുമായ മാംസം അടങ്ങിയ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അവരുടെ പാചകക്കാരനോട് ആവശ്യപ്പെട്ടു. തളർന്നിരിക്കുന്ന പടയാളികൾക്ക് സദ്യ പോലെയുള്ള വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കാൻ സാധിക്കില്ല എന്ന് കണ്ട പാചകക്കാരൻ കഴിക്കാൻ എളുപ്പമുള്ളതും എന്നാൽ സ്വാദിഷ്ടവുമായ ബിരിയാണി നിർമ്മിച്ചു എന്നാണ് കഥ. ഇന്ത്യയിൽ 3 ബിരിയാണികളാണ് പ്രധാനമായിട്ടുള്ളത്: ലക്നൗ ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി, മലബാർ ബിരിയാണി. ലക്നൌവിലെയും ഹൈദരാബാദിലെയും മുസ്ലിം നവാബുമാർ ബിരിയാണിയുടെ രുചി നാട്ടുകാർക്ക് സമർപ്പിച്ചപ്പോൾ മലബാറുകാർക്ക് ബിരിയാണി പരിചയപ്പെടുത്തി തന്നത് സാമൂതിരിയുമായി കച്ചവടത്തിന് വന്ന അറബികളാണ്. ഇനി ഇന്ത്യയിലെ പ്രശസ്തമായ വിവിധ ബിരിയാണികളെ ഒന്ന് പരിചയപ്പെട്ടാലോ? ലോക പ്രശസ്തമായ ഒരു ബിരിയാണിയാണ് ഹൈദരാബാദ് ബിരിയാണി. മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിന്റെ ഡെക്കാനിലെ ഗവർണർ ജനറൽ ആയ അസഫ് ഷാ ആണ് വളരെയധികം എരിവ് കൂടിയ ഈ ബിരിയാണി ആദ്യമായി ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് താരതമ്യേന എരിവ് കുറഞ്ഞ ബിരിയാണിയാണ് മലബാർ ബിരിയാണി. അറേബ്യൻ സ്വാധീനം കാരണമായിരിക്കാം ഇന്ത്യയിലെ മറ്റ് ബിരിയാണികളിൽ നിന്ന് വ്യത്യസ്തമായി അണ്ടിപ്പരിപ്പും മുന്തിരിയും പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ ധാരാളം ഉപയോഗിക്കുന്നു. ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലുള്ളവർക്ക് ആംബൂർ ബിരിയാണിയെ പറ്റി 100 നാവാണ്. ഉണ്ടാക്കുവാൻ വളരെ എളുപ്പവും ചിലവ് കുറഞ്ഞതുമായ ചുവന്ന നിറമുള്ള ഈ ബിരിയാണിയിൽ പച്ചമുളകിനു പകരം മുളകുപൊടിയാണ് ചേർക്കുന്നത്. ഈ ബിരിയാണിയുടെ കൂടെ കഴിക്കുന്നത് വഴുതനങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു കറിയാണ്. ബംഗാളിലേക്ക് നാടുകടത്തപ്പെട്ട അവസാനത്തെ ലക്നൗ നവാബ് കൽക്കത്തയിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയ രുചിക്കൂട്ടാണ് കൊൽക്കത്ത ബിരിയാണി. മാംസാഹാരം കഴിക്കാൻ കാശില്ലാത്ത പ്രജകൾക്കായി അദ്ദേഹം മാംസത്തിന് പകരം ഉരുളക്കിഴങ്ങാണ് ബിരിയാണിയിൽ ഉൾപ്പെടുത്തിയത്. മലയാളികൾക്ക് ബിരിയാണി എന്നാൽ തലശ്ശേരി ദം ബിരിയാണിയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബിരിയാണി കിട്ടുമെങ്കിലും തലശ്ശേരി ദം ബിരിയാണിക്ക് ആരാധകർ ഏറെയാണ്. കേരളത്തിൽ മറ്റിടങ്ങളിൽ ഉണ്ടാക്കുന്നതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുന്നത്. മറ്റെല്ലായിടത്തും ബസ്മതി അരിയാണ് ബിരിയാണിക്ക് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത്.
എന്നാൽ ദം ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത് കൈമ അരി എന്നറിയപ്പെടുന്ന ജീരകശാല അരിയാണ്. മറ്റു ബിരിയാണികളിൽ ഇറച്ചി തൈരിലിട്ട് മയപ്പെടുത്തി അരിയോടൊപ്പം വേവിക്കുകയാണ് പതിവ്. എന്നാൽ ദം ബിരിയാണിക്കായി നെയ്ച്ചോറും മസാല ചേർത്തുള്ള ഇറച്ചിയും വെവ്വേറെയാണ് വേവിക്കുന്നത്. അതിനുശേഷം ഇറച്ചിയും നെയ്ച്ചോറും മറ്റൊരു പാത്രത്തിലാക്കി ബിരിയാണി ദമ്മിടുകയാണ് ചെയ്യാറ്. പറഞ്ഞു ക്ഷീണിച്ചു, ഇനി പോയി ഒരു ബിരിയാണി കഴിക്കാതെ വയ്യ. ഇങ്ങനെ നാവിൽ കൊതിയേറുന്ന രുചികളുമായി ഞങ്ങൾ വീണ്ടും വരും അടുത്ത തിങ്കളാഴ്ച. കാത്തിരിക്കണേ.